ഹായ് ഓൾ, ബർത്ത്ഡേ ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മളെടുത്ത വൈറ്റ് ഡ്രസ്സിന് ഞാൻ മാക്സിൽ പോയി എടുത്ത പലാസോ ആണത്. അതുകൊണ്ട് ആ പാൻറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവത്തില്ല. ടോപ്പിൻ്റെ ലിങ്ക് അഫിലിയേറ്റ് സ്റ്റിക്കറായിട്ട് സൈഡിൽ കൊടുത്തേക്കാം. സ്ലിറ്റ് താഴത്തോട്ട് ഇറങ്ങിക്കിടക്കുവാണെങ്കിലും ഈ രണ്ട് സൈഡിൽ നല്ല രീതിക്ക് തുണി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പിടുത്തമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്ലിറ്റ് മേലോട്ട് കയറ്റിയിട്ടില്ല. നെക്കിലും കൈയുടെ എൻഡിലും നല്ല തിക്കായിട്ട് ഈ ഒരു പ്രിന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നെക്ക് ലൈനൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് കോട്ടൺ എന്ന് പറഞ്ഞാലും പോലെ നല്ല അസല് കോട്ട്. സുസു വെക്കാൻ ഒരുത്തും തുണി ഇല്ലാണ്ട് പുറകോട്ട് പോയതുകൊണ്ടാണ് ഞാൻ ടോപ്പ് അങ്ങനെ മറിച്ച് പിടിച്ചത്. ബർത്ത്ഡേ ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഞാൻ സ്കൂളിലേക്ക് ഇടാനായിട്ട് ഓർഡർ ചെയ്ത ടോപ്പാണിത്. പൊതുവേ ഞാൻ മീഡിയമാണ് ചൂസ് ചെയ്യാറുള്ളതെങ്കിലും ഇതിന്റെ സ്പെസിഫിക്കേഷൻസിൽ എനിക്ക് സൈസ് സ്മോൾ മതിയായിരുന്നു. ഒരൊറ്റ സ്റ്റിച്ച് പോലും കയ്യിലോ ഷേപ്പ് ചെയ്യാനോ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. തയ്ച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പർ പോർഷനിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ, ബോട്ടം ലൈനിങ് ഇല്ല. അത്രയും വൈഡായിട്ടുള്ള ഓഫ് വൈറ്റ് പലാസോ ഞാൻ ചൂസ് ചെയ്തത് തന്നെ മെയിനായിട്ട് ഇതിനടിയിലിടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒഴിവടിച്ചാലും പലാസോ അല്ലേ, നല്ല വിരിവോടെ കിടക്കുമല്ലോ. എൻ്റെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എനിക്കിതിൻ്റെ അറ്റം വെട്ടി ചെറുതാക്കാനൊന്നും തോന്നിയില്ല. അത്രയും ലെങ്ത്തിലും അത് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഈ ടോപ്പിൻ്റെ കൂടെയും ഞാൻ അന്ന് എടുത്ത ആ വൈറ്റ് പാൻറ്റ്സേ ചേരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മിക്കതും ആ വൈറ്റ് പാൻറ്റിന് ചേരുന്ന ടോപ്പുകളാണോ എന്നാണ് എൻ്റെ സംശയം. പണ്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബ്ലാക്ക് ലെഗിനായിരുന്നു. ഇത് സ്ട്രെയിറ്റ് പാൻസ് ആണ്, അങ്ങനെ സ്ലിം ഫിറ്റ് ആയിട്ടൊന്നും കിടക്കത്തില്ല. നമ്മുടെ ആ വൈറ്റും അങ്ങനെ തന്നെയാണല്ലോ. ഒരു പക്ഷെ അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു കാഷ്വൽ ലുക്കൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയാവണം. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. മേലെ ബാക്കിലായിട്ട് എലാസ്റ്റിക്കും ഫ്രണ്ടിലായിട്ട് ഒരു വീതിയുള്ള പട്ട പോലെയുമാണ്. മീഡിയമാണ് ഞാൻ മേടിച്ച സൈസ്. ഇവിടെ ഈ പോക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ചെയ്ത പോലെ മേളിൽ അങ്ങോട്ട് കൂട്ടി തയ്ച്ചു കഴിഞ്ഞാൽ പോക്കറ്റിന്റെ ലെങ്ത് കുറയും. താഴത്തുനിന്ന് മുറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേസ് കുറച്ച് ഫീബിളാണ്, നല്ല നേർത്ത ലേസാണ്. അതങ്ങനെ താഴെ ചിലപ്പോൾ അത്ര ഭംഗിയായിട്ട് വിരിവോടെ നിൽക്കത്തില്ല. ഇനിയുള്ള ഓപ്ഷനാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. പാൻസിന്റെ ബോട്ടം ദേ ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. രണ്ട് കാലിലും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ നിവർത്തിയെടുക്കാം. കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പാൻസ് ഇതുപോലെ ചെറുതാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയാവുമ്പോൾ മേലെയുള്ള പോക്കറ്റും അതുപോലെ തന്നെ ഉണ്ടാവും. താഴെയാണെങ്കിൽ ഈ ഒരു ഡിസൈനിന് മാറ്റമില്ലാതെ അതേ വീതിക്ക് മേളിലും താഴെയും ഒക്കെ കിട്ടും. ഇതിൻ്റെ ഇൻസൈഡ് ഔട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എങ്കിൽ മടക്കി കഴിഞ്ഞ് ഒന്ന് തേച്ചാൽ കറക്റ്റായിട്ട് തുണിയിരിക്കും. സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.